പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ CMRL-മായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കേസിൽ, മാസപ്പടി എന്ന് പറഞ്ഞ ഈ കേസിൽ വിജയൻ്റെ മകൾ വീണയ്ക്ക് അതിലുള്ള ബന്ധം 2023 6 മാസം മുതൽ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയതാണ്. 2023 6 മാസം ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൽ നിന്ന് വന്ന വിധിന്യായത്തിലാണ് വിജയൻ്റെ മകൾ വീണ 2017 2020 ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ 1,78,00,000 രൂപ മാസപ്പടിയായി CMRL എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വാങ്ങി എന്നുള്ള വിവരം ആദ്യമായി പുറത്തു വരുന്നത്. ഒരു സേവനവും നൽകാതെ 8 ലക്ഷം രൂപ വെച്ചിട്ട് ഏതാണ്ട് 1,72,00,000 രൂപ വാങ്ങി എന്നുള്ള വിവരം പുറത്തു വന്നു. ആ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു ഒരു സേവനവും കൊടുക്കാതെയാണ് ഈ പണം കിട്ടിയത് എന്നുള്ളത്. ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായിട്ടുള്ള സൂചന ഉണ്ടായിരുന്നു, വിജയൻ്റെ മകളായതുകൊണ്ടാണ് ഈ പണം അവർക്ക് കിട്ടിയെന്നുള്ള ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായ സൂചനകളുണ്ടായിരുന്നു. അന്ന് മുതൽ നമ്മളിപ്പോൾ 3 വർഷമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ ഈ വീണ വിജയൻ്റെ ഉൾപ്പെടെ സ്വത്ത് കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഈ റിപ്പോർട്ട് പുറത്തു വരികയും അതിലെ വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്തതിലൂടെ ഒരു കാര്യം സംശയലേശമന്യേ തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാസപ്പടി കേസിൽ വിജയൻ്റെ മകൾ വീണ അടപടലം പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വീണയ്ക്കിനി ഈ കേസിൽ നിന്ന് ഒരു കാരണവശാലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പോൾ SFIയുടെ കേസിൽ ഇപ്പോൾ തന്നെ അവർ 11ാം പ്രതിയാണ്. ED എടുക്കാൻ പോകുന്ന കേസിൽ ഒരു പ്രതിയാവാൻ പോവുകയാണ്. അതുകൊണ്ട് വീണ വിജയന് മാസപ്പടി കേസിൽ അടപടലം, ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ അവർ കുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുത്തിട്ടുള്ള ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. സുഹൃത്തുക്കളെ, നമുക്കറിയാം 2023 ഈ വിധിന്യായം പുറത്തു വരുമ്പോൾ തന്നെ അതിൽ വ്യക്തമായിട്ടുള്ള തെളിവുണ്ടായിരുന്നു. അതായത് ഇവർക്ക് ഇത്രയും പണം കൊടുത്തു, അവരതിനൊരു സേവനവും ചെയ്തിട്ടില്ല, സേവനവും ചെയ്യാതെയാണ് ഈ പണം അവർ വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ള വിഷയം പുറത്തു വന്നിരുന്നു. അതിനുശേഷം SFIയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനകത്ത് ഒരുപാട് തെളിവുകളുണ്ടായിരുന്നു. SFI അവരെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ അവർ SFIയോട് എനിക്ക് പിന്നെ ഒരു സേവനവും ചെയ്യാതെയാണെന്നുള്ളത് അവർ സമ്മതിച്ചത് SFIയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ റിപ്പോർട്ടിൽ അതിന് തെളിവ് അവരുടെ മൊഴിയുണ്ടായിരുന്നു. അവരോട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖയുണ്ടോ എന്ന് SFI ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല, രേഖയൊന്നുമില്ല, ഞങ്ങൾ ഓൺലൈനിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് എന്നവർ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ SFIയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ രേഖകൾ കാണിച്ചു തരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ കമ്പനി പൂട്ടിപ്പോയി, അല്ല കമ്പനിയുടെ കമ്പ്യൂട്ടറിലായിരുന്നു എന്ന് പറഞ്ഞ് അവർ ഒഴിയുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അവർ 2,78,00,000 രൂപ മേടിച്ചെങ്കിൽ അതേ പണി തന്നെ അതിനുശേഷം അറ്റ്ന ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ കമ്പനി വന്നിട്ട് അവരെന്തോട്ട് 3-3.5 ലക്ഷം രൂപയ്ക്ക് ചെയ്തു കൊടുത്തതും ആയി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ SFIയുടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ള വിവരങ്ങൾ പൊതുമണ്ഡലത്തിലുണ്ടായിരുന്നെങ്കിലും ഈ CPM-ൻ്റെ അന്തം കമ്മികൾ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അവർ ചോദിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർക്ക് ബന്ധത്തിന് എന്താണ് തെളിവുള്ളത്? അത് 2 കമ്പനികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടപാടല്ലേ? ആ പണം പോയത് ബാങ്ക് അക്കൗണ്ടുകളിൽ കൂടെയല്ലേ? അതിന് GST അടച്ചതല്ലേ? മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബിസിനസ് നടത്തിയാൽ എന്താണ് കുഴപ്പം എന്നൊക്കെയുള്ള തൊടുന്യായങ്ങൾ വെച്ചുകൊണ്ട് ഈ അന്തം കമ്പികൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇതിനകം തന്നെ തെളിവുകളെല്ലാം കൃത്യമായിട്ടുണ്ടായിരുന്നു. അത് ഇവർ അംഗീകരിക്കാതിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇനിയിപ്പോൾ അവരുടെ ആ വാദങ്ങളൊന്നും നിലനിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ ED എൻഫോഴ്സ്മെൻറ്റ് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കൊടുത്തിട്ടുള്ള 21 പേജിലെ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ 2-3 കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. ഒന്ന്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവരുടെ 1-2 അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് 2 അക്കൗണ്ട്, വീണയുടെ 2 അക്കൗണ്ട്. ഒന്ന് എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ 27,585 രൂപയുടെ ഒരു അക്കൗണ്ട്, അത് HDFC ബാങ്കിലുള്ളതാണ്. അതുപോലെ തന്നെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കമ്പനി ഇവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടു. അതിൻ്റെ 15,57,414 രൂപയും ഫ്രീസ് ചെയ്തിട്ടുണ്ട്, കണ്ടുകെട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് വരുന്നത് എന്താ? ഇവർക്ക് എക്സാലോജിക് സൊല്യൂഷൻ അല്ല, അവർക്ക് വേറെയും കമ്പനികളുണ്ടായിരുന്നു, ഷെൽ കമ്പനികൾ വേറെയും ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ഇതിനകത്തുകൂടി പുറത്തു വരുന്നുണ്ട്. ഒന്നത്. 2, ഈ റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ അവസാനം പറയാം.
അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് റുപ്പീസ് അതിൻ്റെ 6ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ₹2.78 crores bogus expenses were made in the name of software services which was paid to Srimati Veena Vijayan and her company Exalogic Solutions without actual rendering of any services to Messrs. CMRL. അത് ഒരു സേവനവും നൽകാതെ അവരുടെ കമ്പനിക്ക് 2.78 കോടി കൊടുത്തിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അത് അവരുടെ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതിൻ്റെ 8ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു ഷാം പേയ്മെൻറ്റ്സ് ഓഫ് ₹2.78 crores to Veena T and Exalogic Solutions were made for non-existent ERP services. ഒരു സർവീസും കൊടുക്കാതെയാണ്. This was confirmed by admissions of Shashidharan Karta and others, including Veena T itself, who admitted no deliverables were provided to CMRL. എന്ന് പറഞ്ഞാൽ ശശിധരൻ കർത്ത മാത്രമല്ല, വീണ ടി തന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ അതിനൊരു സേവനവും കൊടുത്തിട്ടില്ല എന്ന്. Veena T could not provide any tangible work done for CMRL in lieu of the payments of ₹2.78 crores received in the name of IT consultancy services. ആ പൈസ മേടിച്ചതിന് പകരമായി ഒരു സേവനം കൊടുത്തതായി അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത പ്രധാനപ്പെട്ട ഒരു വാദം എന്താണെന്നറിയോ? അവരുടെ കണ്ടുപിടുത്തം ഇതിൻ്റെ 9ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഈ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനി അതിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരുന്നു. അതിൻ്റെ നെറ്റ് വർത്ത്, അതിൻ്റെ ആസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 ലക്ഷം രൂപ മൈനസ് ആയിരുന്നു. അതിൻ്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ മാത്രമായിരുന്നു. അതിൻ്റെ നിലനിൽപ്പ് പരിപൂർണമായും ഈ CMRL എന്ന് പറഞ്ഞ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ശശിധരൻ കർത്തായുടെ നേതൃത്വത്തിലുള്ള ഒരു ഷെൽ കമ്പനിയിൽ നിന്നുള്ള 50 ലക്ഷം ലോണ് ഈ എക്സാലോജിക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്ക് കൊടുത്തിരുന്നു. എന്ന് മാത്രമല്ല 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരെ കൊടുത്തിരുന്നു. അതിൻ്റെ 10ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് എന്താ? ദ പേയ്മെൻറ്റ്സ് മേഡ് ബൈ CMRL ഡയറക്ട്ലി ടു വീണ വെർ ഇനിഷ്യേറ്റഡ് ഈവൻ ബിഫോർ എനി ഇൻവോയ്സസ് വെർ സബ്മിറ്റഡ് by her specifically from January 2017 to October 2017 totaling 45 lakhs. അതായത് 2017 ജനുവരിക്കും 2017 ഒക്ടോബറിനും ഇടയ്ക്ക് 45 ലക്ഷം രൂപ CMRL നിന്ന് വീണ ഇൻവോയ്സ് പോലുമില്ലാതെ വാങ്ങിയിരുന്നു. എൻ്റെ 10ാമത്തെ പാരഗ്രാഫിൽ പറയുകയാണ്. ഇനി 11ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് എന്താ? അറ്റ്ന ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു കമ്പനി, അതിനെ പിന്നീട് അവർ ഹയർ ചെയ്താണ്. എന്തിന്? ഐ ടി സ്റ്റഡിയിൽ അവർ ഹയർ ചെയ്തു. ഡെലിവേർഡ് സ്ട്രക്ചേർഡ് ഔട്ട്കംസ് അറ്റ്സ് എ ഫാർ ലെവൽ ലോവർ കോസ്റ്റ്. അതായത് വീണ ഒരു സേവനവും മേടിക്കാതെ 2.78 ലക്ഷം രൂപ മേടിച്ചെങ്കിൽ അതിനുശേഷം പിന്നീട് CMRL ഹയർ ചെയ്ത അറ്റ്ന ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനി അവർ പറഞ്ഞ പണിയെല്ലാം ചെയ്തു വളരെ കുറഞ്ഞ തുകയ്ക്ക്. അണ്ടർസ്കോറിംഗ് ദ ആബ്സെൻസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ ഫോർ പേയ്മെൻറ്റ്സ് ടു എക്സാലോജിക് ആൻഡ് വീണ. അപ്പോൾ വീണ തട്ടിപ്പ് നടത്തി എന്നുള്ളത് വളരെ തെളിഞ്ഞത്. Email correspondence between Veena and CMRL MD were predominantly focused on invoice generation and payment processing rather than actual IT provision. അതായത് വീണയും CMRL MDയുമായിട്ടുണ്ടായിരുന്ന ഇമെയിൽ കമ്മ്യൂണിക്കേഷനുകളെല്ലാം പണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു, അതല്ലാതെ എന്തെങ്കിലും സേവനം ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടല്ല. ഇത്രയും കാര്യങ്ങൾ വീണ തായ്ക്കണ്ടിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിന് ശേഷം വളരെ നിർണായകമായിട്ടുള്ള ഒരു നിരീക്ഷണം ഈ റിപ്പോർട്ടിൻ്റെ 1ാമത്തെ പാരഗ്രാഫിൽ അടങ്ങിയിട്ടുണ്ട്. 1ാമത്തെ പാരഗ്രാഫ് അതിൽ പറയുന്നത് ദ ഐറ്റംസ് സീസ്ഡ് ഫ്രം റെസിഡൻസ് പ്രിമൈസസ് ഓഫ് വീണ ടി. അതായത് വീണ തായ്ക്കണ്ടിൻ്റെ വീട്ടിൽ മെയ് 27 തിരുവനന്തപുരത്ത് റെയ്ഡ് നടന്നായിരുന്നല്ലോ. അവിടുന്ന് ഒരു iPhone 14 Pro Max, ഏറ്റവും മുന്തിയ ഒരു ഐഫോണും കിട്ടി. അതുപോലെ തന്നെ എ റെഡ് കവേർഡ് ഡയറി പേജസ് 1 to 9, അതായത് ചുവന്ന പുറഞ്ചട്ടയുള്ളൊരു ഡയറി, അതിൻ്റെ 1 മുതൽ 9 വരെ പേജും ഒരു ലൂസായിട്ടുള്ളൊരു A4 ഷീറ്റും അവിടുന്ന് റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടി. ദീസ് ഡിജിറ്റൽ ആൻഡ് ഫിസിക്കൽ റെക്കോർഡ്സ്, ഈ ഡിജിറ്റലും ഭൗതികവുമായിട്ടുള്ള ഈ രേഖകൾ ആർ ഹൈലി റെലവൻറ്റ് ടു അൺഎർത്തിങ് ദ ടേംസ് ഓഫ് ദ ഷാം IT കൺസൾട്ടൻസി ആൻഡ് മാർക്കറ്റിംഗ് സർവീസ് കോൺട്രാക്ട്സ് എക്സിക്യൂട്ടഡ് ബിറ്റ്വീൻ CMRL ആൻഡ് എക്സാലോജിക് സൊല്യൂഷൻസ് ലിമിറ്റഡ് ആൻഡ് വീണ തായ്ക്കണ്ടി. അപ്പോൾ വീണയുടെ വീട്ടിൽ നിന്ന് റെയ്ഡിൻ്റെ സമയത്ത് പിടിച്ചെടുത്ത മുന്തിയതരം ഐഫോണും ഒരു ചുവന്ന കവറുള്ള ഡയറിയിലെ 1 മുതൽ 9 വരെ പേജും ലൂസായിട്ടുള്ള ഒരു പേജും A4 ഷീറ്റും
ഈ CMRലും എക്സാലോജിക്കും വീണയുമായിട്ട് നടന്ന അനധികൃത ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കണ്ടുപിടിക്കാൻ ഉപകരിക്കപ്പെടും. അവർ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? ദ ഐഫോൺ ഈസ് ക്രിട്ടിക്കൽ ഫോർ ഫോറൻസിക് എക്സാമിനേഷൻ ഓഫ് ഇമെയിൽ കറസ്പോണ്ടൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ദാറ്റ് പ്രൊഡോമിനൻ്റ്ലി ഫോക്കസ് ഓൺ ഇൻവോയ്സ് ജനറേഷൻ ആൻഡ് പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് റാദർ ദാൻ ആക്ട് ഓർ സർവീസ് ഡെലിവറി. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, CMRലെ MDയും വീണയുമായിട്ട് ഇൻവോയ്സ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്, അതല്ലാതെ IT സേവനം കൊടുത്തതുമായി ബന്ധപ്പെട്ടില്ല. അതിൻ്റെ വിശദാംശങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഈ ഐഫോൺ ഫോറൻസിക് എക്സാമിനേഷൻ നടത്തുന്നത് പ്രധാനമാണ്. The diary and the loose sheet are essential to check for financial entries, notes or payment trail details concerning the siphoning of corporate funds and clearance of private liabilities. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഈ ചുവന്ന കവറുള്ള ഈ ഡയറിയിലെ പേജുകൾ പരിശോധിക്കുമ്പോൾ ഈ കള്ളത്തരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ വിശദാംശങ്ങളും ലഭിക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഞാനീ പറഞ്ഞ ഈ തെളിവുകൾ, ഇതിൽ നിന്ന് ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയുകയാണ്. വീണ വിജയൻ എന്ന് പറഞ്ഞ വിജയൻ്റെ മകൾ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അനധികൃത ഇടപാടുകളുടെ ഏതാണ്ടൊരു 80% തെളിവുകളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവരുടെ മൊബൈൽ ഫോണും ഇവരുടെ ഈ കയ്യിലുണ്ടായിരുന്ന ഈ ചുവന്ന പുറംചട്ടയുള്ള ഡയറിയിലെ 1 മുതൽ 9 വരെ പേജും ആ ലൂസ് A4 ഷീറ്റും കൂടെ പരിശോധിച്ച് കഴിയുമ്പോൾ വീണ വിജയൻ എന്ന് പറഞ്ഞ വിജയൻ്റെ മകൾ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എല്ലാ അനധികൃത ഇടപാടുകളുടെയും ആദ്യാവസാനമുള്ള തെളിവുകൾ പുറത്തു വരാൻ പോവുകയാണ്. അതിന് എനിക്ക് തോന്നുന്നത് 2, 3, 4 ആഴ്ച കഴിഞ്ഞാൽ മതി. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മൾ 2023 മുതലാണ് ഇവരുടെ ഈ വീണ വിജയൻ്റെ ഈ മാസപ്പടി കേസിലെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടു തുടങ്ങിയത്. അതിൻ്റെ ഏതാണ്ട് ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വീണ വിജയൻ എന്ന് പറഞ്ഞ വിജയൻ്റെ മകൾ ഈ മാസപ്പടി കേസിൽ അടപടലം പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള തെളിവുകളാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക്, അതായത് ഇവരുടെ സ്വത്ത്, വീണ വിജയൻ്റെ സ്വത്ത് മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുത്ത 21 പേജുള്ള റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നിരീക്ഷിക്കാം.